എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളിതേ ഇന്നും അമ്പലപ്പറമ്പിലേക്ക് തന്നെയാട്ടോ പോകുന്നത്. പക്ഷേ എപ്പോഴും പോയ പോലത്തെ ഒരു പോക്കായിരുന്നില്ലേ ഇന്ന്. കാരണം ഇന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റാണ്ട് പെട്ടുപോയത്തൊരു അവസ്ഥ ഉണ്ടായിട്ടോ. അപ്പോൾ എന്താ ഞാൻ വഴിയെ പറയാവേ. എനിക്കും അമ്മയ്ക്കും ഫ്യൂഷൻ കൈക്കുട്ടികളി കാണുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമായിട്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ അമ്പലത്തിൽ ഐദ്രി എന്ന് പറഞ്ഞ ടീമിൻ്റെ ആയിട്ട് ഫ്യൂഷൻ കൈക്കുട്ടികളി. അവരുടെ കൈക്കുട്ടികളി നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, പിന്നെ ഫോണിലൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൈക്കുട്ടികളി കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് അവരുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിത് അമ്പലത്തിലെത്തിയത് കസേരയൊക്കെ പിടിച്ചിരിക്കുക. കാരണം മുമ്പിൽ തന്നെ ഇരുന്ന് കാണാനൊക്കെ എന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പറഞ്ഞ് മറ്റേ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ് പരിപാടി നടക്കണതെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇതേ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്ന് ഇരുന്നിട്ടോ. അപ്പോൾ അതേ ഇവിടെയാണ് പരിപാടി നടക്കണമെന്ന് പറഞ്ഞ് നമ്മളിതേ കസേരയൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞതേ നമ്മൾ ആദ്യം ഇരുന്ന സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പരിപാടി നടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇതേ അവിടെ നിന്ന് കസേരയൊക്കെ എടുത്ത് നമ്മളതേ ഇവിടെ വന്ന് പരിപാടി കാണാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ആദ്യം കളിച്ചത് ഐദ്രി ടീമിൻ്റെ അല്ല, കാവിലമ്മ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ ടീമിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അവരുടെ തന്നെയാണ്, അവരുടെ അവിടുത്തെ ചെറിയ പിള്ളേരുടെ പരിപാടി തന്നെയായിരുന്നു കേട്ടോ. ഇവരുടെ പരിപാടി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കാറ്റൊക്കെ വീശി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും നാളും ചൂടായതുകൊണ്ട് തന്നെ കാറ്റൊക്കെ വീശിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു പണി കിട്ടും നമ്മൾ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. ഇവരുടെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും അടുത്തതായിട്ട് ഐദ്രിയുടെ പരിപാടി കേട്ടോ. അപ്പോൾ ഐദ്രിയുടെ പരിപാടി നടക്കുന്നത് ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളെല്ലാവരും എന്തേ കസേര എടുത്ത് വന്നത് ഇവിടെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും വേറെ ടീമിൻ്റെ വക തിരുവാതിര കളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐദ്രിയുടെ ടീമാണെങ്കിൽ സൈഡിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ നേരെ കളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. പക്ഷേ അവർ കളി തുടങ്ങുന്ന മുമ്പേ ഇതേ മഴ പെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും നേരെ ഓരോരോ വഴിക്കായിട്ട് പോയത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ ഈ മാവിൻ ചുവടിലായിട്ടാണ് വന്നിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. കാരണം ഭയങ്കരമായിട്ട് മഴ കൂടിയപ്പോൾ നമ്മളെല്ലാവരും ഇതേ സ്റ്റേജിലേക്കാട്ടോ പോയതോടി. ഈ മഴയാണെങ്കിൽ പെയ്യാൻ തുടങ്ങിയിട്ടൊന്നും നിൽക്കുന്നു പോയിട്ടൊന്നും കുറയുന്നു പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇതേ സ്റ്റേജിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമായിരുന്നു. അവസാനം ഒരു 11 മണിയായിട്ട് മഴ നിൽക്കാണ്ടായപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ട് ഇനി എന്തായാലും ഈ മഴ നിൽക്കാൻ പോള. സോ നമ്മൾ ഫുൾ മഴയും നനഞ്ഞാട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. പരിപാടി ഏറെ കുതിച്ച് കാണാൻ പോയിട്ട് പരിപാടിയും കാണാൻ പറ്റില്ല, ഫുൾ മഴയും നനഞ്ഞായിരുന്നു നമ്മൾ വീട്ടിലെത്തിയത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.